ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാതിൽക്കൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടതല്ലേ? പൂർണിമ ചേച്ചിയാണ് ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഇവിടെ വന്ന് എന്നോടോ കിരണിനോടോ ആജ്ഞാപിച്ച അതനുസരിക്കാൻ മനസ്സില്ലെന്ന് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. എടി, അയ്യോ എന്റെ പൊന്നിയേച്ചി, ആ പൂർണിമ കാണിച്ചത് ഭയങ്കര മോശമായി. ഓ, അവൾ എന്ത് ചെയ്താലും ആരും ചോദ്യം ചെയ്യത്തില്ലെന്നുള്ള അഹങ്കാരം അല്ലേ ചേച്ചി അവൾ കാണിച്ച. എന്നിട്ട് സഹദേവൻ തടയാൻ എന്താ? നീ പൂർണിമയുടെ ചെറിയച്ഛനല്ലേ? അത് പിന്നെ നമ്മുടെ മഹിയേട്ടം മിണ്ടായിരിക്കുമ്പോ എനിക്ക് വല്ലതും പ്രതികരിക്കാൻ പറ്റുമോ ചേച്ചി? പറ്റുമോ? അതെ അതെ, മഹിയേട്ടനും ചേച്ചിയും കൂടി വേണമായിരുന്നു എതിർക്കാൻ. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞുള്ള സ്ഥാനമല്ലേ സഹദേവേട്ടൻ ഈ വീട്ടിലുള്ളൂ. പിന്നെ അല്ലാതെ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താ എന്റെ ഏട്ടത്തി നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഈ ജന്മം ഒന്നും ചെയ്യത്തില്ല. പൂർണിമ എന്ത് തോന്നിയാസം ചെയ്താലും മഹിയേട്ടൻ അവളെ സപ്പോർട്ട് ചെയ്യും. അവളെ മഹിയേട്ടൻ എന്തിനെങ്ങനെ ഭയപ്പെടുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അത് തന്നെയാണ് എന്റെ സംശയം. അനുജത്തിയെ ഈ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടു വന്നു എന്നും പറഞ്ഞ് ചേച്ചിയെയും കാമുകന് ഭർത്താവാണല്ലോ അല്ലേ? ചേച്ചിയെയും ഭർത്താവിനെയും ഫ്രീ ആയിട്ട് കിട്ടാൻ ഇതെന്തോ ചേച്ചി കോംബോ ഓഫറാ? ഇതൊക്കെ ആ പൂർണിമയുടെ അഹങ്കാരം തന്നെയാ. അത് അവസാനിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അത് ശരിയാ, അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണമെങ്കിൽ ചേച്ചി തന്നെ വിചാരിക്കണം. ചേച്ചി പോയി ചോര് ചേച്ചിക്ക് ഫുൾ സപ്പോർട്ടിന് ഞങ്ങൾ ഇടവും വലവും നിപ്പോണ്ട്. ഉണ്ട്. പോയില്ലേ? പറ. അത് മാത്രമല്ല, മഹിയേട്ടന് പെട്ടെന്ന് വന്ന അസുഖത്തിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയണം. അന്ന് ആ ദുർഗയും കിരണും കൂടി ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ മഹിയേട്ടൻ കുഴഞ്ഞു വീണത്, അല്ലേ നീരജ? അതെ, ആണ്. അത് ശരിയാണല്ലോ. ഇനിയിപ്പോ അവർ ഈ കല്യാണം പറയാൻ വന്നതായിരിക്കും അന്നിവിടെ. അയ്യോ, ചിലപ്പോ ആയിരിക്കും. വീട്ടുകാരറിയാതെ കെട്ടാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ ടെൻഷൻ കേറിയായിരിക്കും മഹിയേട്ടന് നെഞ്ചുവേദന വന്നത്. അതിന് പൂർണിമ വാക്ക് കൊടുത്തവരെയൊക്കെ ഇവിടെ കെട്ടി താമസിപ്പിക്കാൻ ഇത് അവളുടെ മാത്രം സ്വത്തൊന്നുമല്ല. അതെ, അവൾ എന്തൊക്കെയോ കുറച്ച് ചെറിയ ചില കാര്യങ്ങൾ ഈ വീട്ടിന് വേണ്ടി ചെയ്തെന്നും പറഞ്ഞ് ഈ വീട്ടിലെ ഇവിടെ ഉള്ളവരെ എല്ലാം അങ്ങ് അടക്കി അങ്ങ് ഭരിക്കാന്ന് വെച്ചാ. പിന്നല്ലാതെ. ചേട്ടത്തി, നീ ഇങ്ങോട്ട് വന്നേ. എനിക്കൊരു സംശയം. ഇനി ഒരുപക്ഷെ അനിയത്തിക്ക് പിന്നാലെ ചേട്ടത്തിയെ കൂടി കൊണ്ടുവന്ന് ചേച്ചിയെ എതിർക്കാനായിരിക്കും ഉദ്ദേശം. അയ്യോ, ഡേഞ്ചർ ചേച്ചി, ഡേഞ്ചർ. അടുത്തു. അതിന് ദുർഗയും അശ്വതിയും തമ്മിൽ വലിയ ചേർച്ചയൊന്നുമില്ലല്ലോ. ദുർഗ വന്നതിനോട് നമ്മുടെ അത്രയും പോലും താല്പര്യം അശ്വതിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ചേച്ചി, ഇത് അങ്ങനൊന്നും അല്ല. അവൾ അഹങ്കാരം കാണിച്ചാണെന്നേ. അല്ലെങ്കിലും ആൾക്കാരുടെ മുന്നിൽ സ്വയം അങ്ങ് വലിയ ആള് കാണിക്കലാണല്ലോ അവളുടെ സ്ഥിരം പരിപാടി. ഇതിപ്പം ദുർഗയ്ക്കും കിരണിനും മുന്നില് അവൾ ഇങ്ങനെ ആശ്രിത വത്സലയായ പൂർണിമാദേവി. എന്തൊക്കെയാ ചേച്ചി നടക്കുന്നത്? നമ്മക്കൊന്നും പറഞ്ഞുകൂടാ, ഇല്ലേ നീരജ? അതെ, ഇനി അവളെ അങ്ങനെ വിടാൻ പറ്റില്ല. ഒരിക്കലും പാടില്ല. അല്ലെങ്കിലേ കേട്ടോക്കെ നമ്മള് 3 പേരും പെരുവഴിയിലായി പോവും. അതുകൊണ്ട് എന്റെ പൊന്നു ചേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്റെ ഒപ്പം നിന്നാ പൂർണിമ ഞാൻ നിലയ്ക്ക് നിർത്താം. ഞങ്ങൾ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്, അല്ലേ നീരജ? അതെ, കേട്ടാ. അതുകൊണ്ടല്ലേ ഈ കാര്യം ചോദിക്കാൻ ചേച്ചിയോട് തന്നെ പറഞ്ഞത്. എന്റെ ചന്ദ്രമതി ചേച്ചി ആവണം ഈ വീട്ടിലെ സുപ്രീം പവർ.
സൗകര്യമായല്ലോ. വലിയ വീട്ടിലെ കൊള്ളാവുന്ന മുറിയിലെ താമസം. ഇവിടെ ഉണ്ടുറങ്ങി കഴിയാലോ രണ്ടിനും. ആ പൂർണിമയെ എന്തോ പറഞ്ഞു മയക്കി കള്ളക്കൂട്ടങ്ങൾ അകത്ത് കയറി പറ്റിച്ചില്ലേ? ഇവളുടെ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. സ്വന്തം കാര്യം കാണാൻ വലിയ മിടുക്കായിരുന്നു. അതിനുവേണ്ടി ആരെ കൊല്ലാനും അവക്കൊരു മടിയുമില്ലായിരുന്നു. നീ ഇവിടെ താമസിക്കുന്നത് ഇവളെ ഉപദ്രവിക്കാനാണെന്ന് എനിക്കറിയാം. അത് ഞാൻ സമ്മതിച്ചു തരുമെന്ന് കരുതണ്ട. നിന്റെ തള്ള കുടുംബത്തോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് പോലും ഞാൻ നിന്നെ ഇത്ര വളർത്തി വലുതാക്കിയതിന് നീ ഇങ്ങനെ തന്നെ നന്ദി കാണിക്കണോടി. ഈ വീട്ടില് കെട്ടിലമ്മയായിട്ട് വാഴാന്ന് നീ കരുതണ്ട ദുർഗെ. ഞാനതിന് സമ്മതിക്കുകയില്ല. നാണമില്ലാതെ അവൾ എന്റെ പുറകെ ഇവിടെ കയറി വന്നിരിക്കുന്നു. ഓ, നാഴികയ്ക്ക് 40 വെട്ടം അഷിത എന്റെ അനിയത്തിയ. അവൾക്കൊരു കാരണവശാലും ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് നീ പറയുമായിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ കള്ളമാണെന്ന് നീ തന്നെ തെളിയിച്ചില്ലേ? ഹോ, അതെ, എന്തൊക്കെ ഡ്രാമയായിരുന്നു. എടി, നീ ആരെ കല്യാണം കഴിക്കോ എവിടെ പോയി തൊലയോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഈ വീട്ടിൽ ഇവൾക്കൊരു ശല്യമായി നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കണം. നിന്നോട് കൂടിയാ പറഞ്ഞത്. നടക്കില്ല. വാതിൽക്കൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടതല്ലേ? പൂർണിമ ചേച്ചിയാണ് ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഇവിടെ വന്ന് എന്നോടോ കിരണിനോടോ ആജ്ഞാപിച്ച അതനുസരിക്കാൻ മനസ്സില്ലെന്ന് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. എടി, വേണ്ട, ഇവിടെ നിന്ന് ഒച്ചയെടുക്കണ്ട. ഇതുവരെ നിങ്ങൾ പറയുന്ന എല്ലാം മിണ്ടാതെന്ന് കേൾക്കുന്ന എന്നെയും ദുർഗേമയും നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി മുതല് അങ്ങനല്ല. കഥ മാറി, കളം മാറി. ഇനി ഞങ്ങളുടെ സമയമാണ്. ഇവിടെ കയറി ഭരിക്കാൻ വന്ന തൂക്കിയെടുത്ത് വെളിക്കളയും. മര്യാദയ്ക്ക് പോയാൽ നിങ്ങൾക്കുള്ളൂ. എടാ നീ വേണ്ട ഗിരിജ, കാത്തിരി വിട്. ഇപ്പൊ ഇവിടെ കയറി എന്റെ അഹങ്കാരത്തിൽ ഇവര് സംസാരിക്കുന്നത്. എത്ര ദിവസം ഇവരിവിടെ കഴിയുന്നു നമുക്കൊന്ന് കാണണമല്ലോ. ദേ, ഇവരെ പറഞ്ഞു നിർത്താൻ നിനക്കൊക്കെ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ തന്നെയുണ്ട്. നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടിനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും. ഇല്ല അഷിതേ, നീ എന്നല്ല ആര് വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നീ ഇതിന് ശ്രമിച്ച ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വരുന്നത് നീയായിരിക്കും. അതെ, മര്യാദയ്ക്കാണെങ്കില് വഴക്കും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവാം. വെറുതെ ഞങ്ങളുടെ തലയിൽ കയറാൻ വന്ന ആരെയും വെറുതെ വിടുന്നു കരുതണ്ട. കല്യാണം കഴിഞ്ഞപ്പോ രണ്ടിനും വട്ട എന്നാ തോന്നേ. നിങ്ങള് വാ.